ഫ്രീഡം ലൈഫിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു കമോഡ് മാനുവൽ വീൽചെയർ പരിചയപ്പെടുത്താനാണ്. രണ്ട് രൂപത്തിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഫുൾ സ്റ്റീലിൽ വരുന്ന നല്ല ക്വാളിറ്റി ഉള്ള ഒരു വീൽചെയർ ആണിത്. ഇതിന്റെ ടോപ്പിലർ കുഷൻ വരുന്നുണ്ട്. ജസ്റ്റ് ഇങ്ങനെ മാറ്റി കഴിഞ്ഞാൽ ഇത് നമുക്കൊരു കമോഡ് വീൽചെയർ ആയിട്ട് ഉപയോഗിക്കാം. ഡയറക്റ്റ് യൂറോപ്യൻ ക്ലോസറ്റിന്റെ മേളിൽ കൊണ്ടുപോയിട്ടും അതുപോലെ തന്നെ ബക്കറ്റ് വെച്ചിട്ടും പോകാൻ പറ്റുന്ന രൂപത്തിലാണ് കൊടുത്തിട്ടുള്ളത്. ബക്കറ്റ് ജസ്റ്റ് ഇങ്ങനെ ഊരി മാറ്റി കഴിഞ്ഞാൽ നമുക്ക് യൂറോപ്യൻ ക്ലോസറ്റിന്റെ മേളിൽ നമ്മളെ ബാത്റൂമിൽ കൊണ്ടുപോയിട്ട് ഡയറക്റ്റ് ക്ലോസറ്റിന്റെ മേളിലേക്ക് ഇങ്ങനെ കയറ്റി വെച്ചിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന രൂപത്തിലുള്ള ഒരു വീൽ ചെയർ ആണ്. അപ്പോൾ ഇത് ഫുള്ളി ഡിറ്റാച്ച് ചെയ്തിട്ട് നമുക്ക് ചെറിയ വാഹനം കൊണ്ടുപോകാൻ പറ്റുന്ന വീൽ ചെയർ കൂടിയാണ്. അപ്പൊ അതിന്റെ കാര്യങ്ങൾ എങ്ങനെയാണ് എന്നുള്ളതൊന്ന് കാണിച്ചു. അതുപോലെ അതിന്റെ വീലുകളൊക്കെ നല്ല ക്വാളിറ്റി ഉള്ള പ്ലാസ്റ്റിക്കിലാണ് വന്നിട്ടുള്ളത്. അതിനോടൊപ്പം തന്നെ ഇത് നമുക്ക് 4 വീലിലും ലോക്ക് വരുന്നുണ്ട്. അപ്പൊ നമുക്ക് ക്ലോസറ്റിന്റെ മേളിൽ കൊണ്ടുപോയിട്ട് ജസ്റ്റ് ഇതിങ്ങനെ ചവിട്ടിയിട്ട് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ജസ്റ്റ് ബ്രേക്ക് ചെയ്യാതെ കഴിഞ്ഞാല് നന്നായിട്ട് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് മൂവ് ചെയ്യത്തില്ല. നല്ല ക്വാളിറ്റി ഉള്ള ബ്രേക്കാണ് വന്നിട്ടുള്ളത്. 4 വീലും ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങോട്ടും സാധനം മൂവ് ചെയ്യത്തില്ല. അപ്പൊ ഇതിന്റെ ഈ 2 ആംബ്രസ്റ്റും നമുക്ക് സൈഡിൽ നിന്ന് റിമൂവ് ചെയ്യാം. അപ്പൊ നമുക്ക് കട്ടിൽ നിന്നൊക്കെ ആളിതിലേക്ക് മാറി നിൽക്കണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇവിടെ ഒരു പിന്ന് വരുന്നുണ്ട്. അത് അമർത്തി പിടിച്ചു കഴിഞ്ഞാൽ ഈ സാധനം സിമ്പിൾ ആയിട്ട് ഇതേപോലെ ഊരെടുക്കാൻ പറ്റും. ഇങ്ങനെ ഊരെടുത്ത് കഴിഞ്ഞാൽ കട്ടിലിനോട് ചാരിട്ടിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ആളെ ഇതിലേക്ക് സ്ലൈഡ് ചെയ്ത് ഇരുത്താൻ പറ്റും. അതുപോലെ ഈ സൈഡിലുള്ള ആംബ്രസ്റ്റ് നമുക്ക് ഊരാൻ പറ്റും. ജസ്റ്റ് ഇങ്ങനെ അമർത്തി പിടിച്ചിട്ട് വലിച്ചു കഴിഞ്ഞാൽ സിമ്പിളായിട്ട് ഊരെടുക്കാം. ഇനി അതേപോലെ തന്നെയാണ് ഇതിന്റെ ബാക്ക് റെസ്റ്റ്. ബാക്ക് റെസ്റ്റ് നല്ലൊരു ക്ലോത്തിലാണ് വന്നിട്ടുള്ളത്. വെള്ളം നനഞ്ഞാലൊന്നും കുഴപ്പമില്ലാത്തൊരു ക്ലോത്ത് ആണ്. ഇതിന് ഇവിടെ ഒരു പ്ലഗ് വരുന്നുണ്ട്, ഇവിടെ ഒരു പ്ലഗും വരുന്നുണ്ട്. ഈ 2 പ്ലഗ് നമ്മൾ വലിച്ചൂരി കഴിഞ്ഞാൽ ജസ്റ്റ് ഇങ്ങനെ ജസ്റ്റ് വലിച്ചൂരി കഴിഞ്ഞാൽ രണ്ടും നമുക്ക് എടുത്തിട്ട് ജസ്റ്റ് ഈ ബാക്ക് റെസ്റ്റും നമുക്ക് ഇതേപോലെ സിമ്പിൾ ആയിട്ട് ഊരി മാറ്റാം. എല്ലാം ഊരി മാറ്റി കഴിഞ്ഞാൽ എത്ര വലുപ്പമാണ് ഉണ്ടാവുക. അതുപോലെ ഇതിന്റെ ഫുഡ് റെസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതുപോലെ മേളിലേക്ക് ഇങ്ങനെ ജസ്റ്റ് ഫോൾഡ് ചെയ്ത് വെക്കാൻ പറ്റും. ഇതേപോലെ ഫോൾഡ് ചെയ്ത് വെക്കാൻ പറ്റും. ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചെറിയ കാര്യം ഡിക്കിലൊക്കെ വെച്ചിട്ട് കൊണ്ടുപോകാം. എന്നിട്ട് ആവശ്യമുള്ള സ്ഥലത്ത് പോയിട്ട് ഇതേപോലെ അറ്റാച്ച് ചെയ്തിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന രൂപത്തിലുള്ള ഒരു വീൽ ചെയർ ആണിത്. അപ്പൊ അതിന്റെ വീലും നമുക്ക് വേണമെങ്കിൽ ഊരാൻ പറ്റും. സിമ്പിൾ ആയിട്ട് ലോക്ക് ഇപ്പൊ ഈ ബാക്ക് റെസ്റ്റ് ഊരിയ പോലെ തന്നെ ലോക്ക് വലിച്ചൂരി കഴിഞ്ഞാൽ 4 വീലുകൾ നമുക്ക് ഊരാൻ പറ്റും. അതുപോലെ വെള്ളം നനഞ്ഞാലൊന്നും ഒരു പ്രശ്നമില്ലാത്ത ബെയറിംഗ് ഉള്ള പ്ലാസ്റ്റിക് ബെയറിംഗ് ഉള്ള വീലുകളാണ് ഇതിൽ വന്നിട്ടുള്ളത്. 2 വർഷത്തോളം ഇതിന്റെ ഫ്രെയിമിന് കമ്പനി വാറന്റി തരുന്നുണ്ട്. അതുപോലെ തന്നെ സ്മൂത്ത് ആയിട്ടുള്ള ഹാർഡ് ഫോമിലാണ് ഇതിന്റെ കുഷനൊക്കെ വന്നിട്ടുള്ളത്. അവിടെ ഇരുന്നാലൊന്നും ഒരു പ്രശ്നം ഉണ്ടാവില്ല. അതുപോലെ തന്നെ വെള്ളം നനഞ്ഞാലും ഒരു പ്രശ്നമില്ലാത്ത രൂപത്തിലുള്ള ഒരു ഹാർഡ് കുഷ്യനിലാണ് ഇതിന്റെ കുഷ്യൻ വന്നിട്ടുള്ളത്. അപ്പൊ ഇത്രയൊക്കെയാണ് ഈ വീൽ ചെയറിനെ കുറിച്ചിട്ട് പറയാനുള്ളത്. ഈ കാണുന്ന വീൽ ചെയർ ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഇതിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ നിങ്ങളുടെ വീട്ടിൽ ഒരാഴ്ച ഉണ്ട് ഡെലിവറി തരുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയെന്ന് കരുതുന്നു. ഉപകാരപ്പെട്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളോ കമന്റ് ആയിട്ട് അറിയിക്കുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോ വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും